താൽക്കാലിക VC നിയമനത്തോടെ ഉലഞ്ഞ സർക്കാർ ഗവർണർ ബന്ധം വിഭജന ഭീതി ദിനാചരണ ആഹ്വാനത്തോടെ വീണ്ടും വഷളാവുകയാണ്. ഡീറ്റെയിൽ സർവകലാശാല നിയമഭേദഗതി ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകാതിരുന്നതോടെ ഭിന്നത കൂടുതൽ മൂർച്ഛിക്കും. ഗവർണർക്കെതിരെ വിമർശനവുമായി മന്ത്രിമാർ രംഗത്തെത്തി. വിഭജന ഭീകരത എന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായ സ്പർദ്ധയും വൈരാഗ്യവും വിദ്വേഷാത്മകമായ അന്തരീക്ഷവും വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ചാൻസലറുടെ കിങ്കരന്മാരായിട്ട് നിയോഗിതരായിരിക്കുന്ന താക്കോൽ സ്ഥാനങ്ങളിലുള്ള ചിലർ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ ആഹ്വാനങ്ങൾ ചെയ്തേക്കാം. നമ്മുടെ ഭരണഘടനയിൽ അന്തർലീനമായിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ളവർ അത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ചാൻസലർ എന്ന നിലയിൽ ഒരു നിയമസഭ നൽകിയ അധികാരമാണ് ഗവർണർക്കുള്ളത്. ഗവർണർ എന്ന ഭരണഘടനാ പദവിയല്ല സർവകലാശാല ചാൻസലർക്കുള്ളത്. ചാൻസലർ ദൈനംദിന കാര്യങ്ങൾക്കകത്ത് ഇടപെടുക എന്ന രീതിയും സർവകലാശാലകളിലില്ല. ഇപ്പോൾ വിഭജനത്തിന്റെ ഭീതി ദിനം ആചരിക്കണം എന്ന ഒരു പെട്ടെന്നൊരു വെളിപാടോടുകൂടി ചാൻസലർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. സർവകലാശാല പ്രവർത്തിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. സംസ്ഥാനത്തിന്റെ അധികാര പരിധിക്കകത്ത് വരുന്നതാണ്. കേന്ദ്ര സർവകലാശാലയല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ പദവി ദുരുപയോഗപ്പെടുത്തുന്നത് തെറ്റായ കാര്യമാണ്. അതിനാൽ കേരള സർവകലാശാല അതിൽ നിന്ന് പിന്മാറുന്നൊരു സംശയമുണ്ട്. വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് നിർദ്ദേശം മയപ്പെടുത്തി പുതിയ സർക്കുലർ വരുന്നുണ്ട്. വിഭജന ഭീതി ദിനാചരണത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമായി കഴിഞ്ഞു. തുടർ തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശത്തോടൊന്ന് മതി എന്നാണ് ആ സർക്കുലർ ഇപ്പോൾ പുതിയതായി വരുന്നത്. ഉമേഷ് ബാലകൃഷ്ണ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മാത്രമല്ല സർക്കുലറിനെതിരെ നാളെ ക്യാമ്പസുകളിൽ ഗവർണറുടെ കോലം കത്തിക്കും എന്നാണ് SFI പ്രഖ്യാപിച്ചത്. ആ പരിപാടി ഏത് ക്യാമ്പസിൽ നടത്തിയാലും ഞങ്ങൾ തടയും. ആ പരിപാടി നടത്താൻ അനുവദിക്കില്ല. ഇനി ഗവർണർ ഇറങ്ങി വന്ന് നടത്താം എന്നാണ് കരുതുന്നതെങ്കിൽ ഏത് ക്യാമ്പസിലും വന്നോളൂ, ഞങ്ങൾ തടയും. അതാണ് SFI തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന നമ്മുടെ ആ ദിവസം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ആഘോഷം മാത്രമല്ല, അത് ആ ദിവസം ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളൊക്കെ ഓർക്കുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കരാളഹസ്തങ്ങളുടെ പീഡനങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ഒരു മഹത്തായ ദിവസമാണ്. അതിന് തൊട്ട് തലേന്ന് ഈ പറഞ്ഞ എന്തോ ഒരു ഭീതിദിനം കൊണ്ടുവെക്കുന്നത് ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പൊലിമ കെടുത്താനാണ് എന്നുള്ളതാണ് CPMന്റെ ആരോപണം. അത് ഉറപ്പായും രാഷ്ട്രീയ വിഷയമാണ്, അതല്ലാതെ സർക്കുലർ പോലെയുള്ള സാങ്കേതിക പ്രശ്നമല്ല. അത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ ഏത് രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടതും. ഉമേഷ്, തീർച്ചയായും ലക്ഷ്മി, രാഷ്ട്രീയമായി തന്നെ ഗവർണർ ഇത് നടപ്പാക്കാൻ സർവകലാശാലയിലെ VC-മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സർവകലാശാലയിലെ VC-മാർ, അതായത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേരള, കണ്ണൂർ സർവകലാശാലയുടെ VC-മാർ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ ആദ്യം പുറത്തിറക്കുകയും ചെയ്തു. കേരള സർവകലാശാലയ്ക്ക് വേണ്ടി VC-ക്ക് വേണ്ടി ഡെവലപ്മെന്റ് ഡയറക്ടറാണ്, ഈ കോളേജ് ഡെവലപ്മെന്റ് ഡയറക്ടറാണ് ഇത്തരമൊരു സർക്കുലർ പുറത്തിറക്കിയത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ സംഘടന, അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ ആൾ കൂടിയാണ് ഡോക്ടർ ബിജു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വീണ്ടും സർക്കുലർ മാറ്റി ഇറക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഉയർന്ന ആരോപണങ്ങളുടെയും കൂടാതെ മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം തന്നെ ഈ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇത്തരത്തിൽ വിഭജന ഭീതി ദിനാചരണം അത് നടപ്പാക്കാൻ അനുവദിക്കില്ല, കേരളത്തിൽ അത്തരമൊരു ദിനം അത് ആചരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് കൃത്യമായി സർക്കാരും മുഖ്യമന്ത്രിയും അടക്കം വ്യക്തമാക്കി കഴിഞ്ഞു. അത്തരത്തിൽ ഒരു പോളിസി മാറ്റർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിക്കൊണ്ട് വീണ്ടും ഒരു സർക്കുലർ പുറത്തിറക്കാൻ കേരള സർവകലാശാല തയ്യാറായിരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ വിഭജന ദിനാചരണം ഏതെങ്കിലും കോളേജുകൾ ആചരിക്കാൻ തീരുമാനിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അതുമായി ബന്ധപ്പെട്ട ഉന്നതാധികാരിയുടെ തീരുമാനപ്രകാരം എടുക്കണമെന്നുള്ള നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ സർക്കുലറിലും വലിയ വ്യക്തതയൊന്നുമില്ല. എന്തായാലും കേരള സർവകലാശാലയും കണ്ണൂർ സർവകലാശാലയും ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ അതിനുമായി അഫിലിയേറ്റ് ചെയ്ത മറ്റ് കോളേജുകൾക്ക് അയച്ചിട്ടുണ്ട്. ആ അയച്ച കോളേജുകളിൽ ഏതെങ്കിലും കോളേജുകൾ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഭജന ഭീതി ദിനാചരണത്തിന് തയ്യാറാവുകയാണെങ്കിൽ അത് എതിർക്കുമെന്നുള്ള നിലപാട് SFIയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ കേരള സർവകലാശാല സ്വന്തം നിലയിൽ തന്നെ ഇത്തരമൊരു ദിനാചരണം നടത്താനുള്ള ആലോചനയുള്ള
വിമർശനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ്. എന്തായാലും കേരള സർവകലാശാല അല്ലെങ്കിൽ സർവകലാശാലയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരും ഗവർണറും രണ്ട് തട്ടിലായി കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. അത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC നിയമനത്തിൽ അത് പ്രത്യക്ഷമായി തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും വിഭജന രീതി ദിനാചരണം എന്നുള്ള പ്രഖ്യാപനം വന്നതോടുകൂടി കൂടുതൽ രൂക്ഷമായിട്ടുണ്ട്. ഇന്ന് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC നിയമനത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ സർക്കാർ ഗവർണർക്കെതിരെ ഒരു രൂക്ഷമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം ഗവർണർ കേന്ദ്രം പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കുക എന്നുള്ള നിർദ്ദേശത്തോടുകൂടി മുന്നോട്ട് പോവുകയുമാണ്. അഷ്മി, നേരത്തെ പല വിഷയങ്ങളിൽ രാഷ്ട്രീയമായി രണ്ട് പാളികളായി രണ്ട് ചേരികളായി തിരിഞ്ഞതുപോലെ ഓഗസ്റ്റ് 15 രാജ്യത്തിന് സ്വാതന്ത്ര്യദിനം എന്നതും ഓഗസ്റ്റ് 14 ഏതോ ഒരു ഭീതദിനം എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായി ചേരിതിരിയുമോ, വാക്പോരുണ്ടാകുമോ, ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ, സംഘർഷകാലം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.